വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ 6th സെമസ്റ്റർ ബികോമിൽ ഇൻകം ടാക്സ് ആൻഡ് GST എന്ന് പറയുന്ന പേപ്പറിൽ GST എന്ന പോർഷനിലാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 2 ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ GSTൻ്റെ ബേസിക് കോൺസെപ്റ്റ്, അതേപോലെ ബേസിക് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, നീഡ്, അതേപോലെ ഗുഡ്സ് എക്സംപ്റ്റഡ് ഫ്രം GST, ഈ വക കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ്സിൽ എടുത്തതാണ്. അതേപോലെ GSP, ASP, അതേപോലെ നമ്മുടെ GST കോമൺ പോർട്ടൽ, ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ബേസിക് ഡെഫിനിഷൻസ് ഓഫ് GST ആണ്. അപ്പോൾ GSTയിൽ വരാവുന്ന ബേസിക് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ഡിഗ്രി എക്സാമിലൊക്കെ ഈ 3 മാർക്കിന് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഒരുപാട് ഇത്തരം പോർഷൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ഡെഫിനിഷൻസാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ബേസിക് ഡെഫിനിഷൻസ് ഓഫ് GST. അപ്പോൾ ഇതിൽ ആദ്യത്തെ ബേസിക് ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ് എന്നുള്ളതാണ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇറ്റ് മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് ആൻഡ് ഇൻഡർസ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് എ പേഴ്സൺ ഹാവിങ് ദ സെയിം പാൻ. അതായത് ഒരു വ്യക്തിക്ക്, അതായത് ഒരു പാൻ നമ്പറുള്ളൊരു വ്യക്തി, അതായത് ഒരു വ്യക്തി അയാൾക്കൊരു പാൻ നമ്പർ ഉണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ടോട്ടൽ ടാക്സബിൾ സപ്ലൈ, അതിൽ നിന്ന് മൈനസ് ചെയ്യുക, എക്സംപ്റ്റഡ് സപ്ലൈ മൈനസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് എക്സ്പോർട്സ് ഉണ്ടെങ്കിൽ അത് വരും, എക്സ്പോർട്സ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അത്, എക്സ്പോർട്സ് ഓഫ് സർവീസ് ഉണ്ടെങ്കിൽ അത്, അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ അതും വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വ്യക്തിയുടെ അണ്ടറിൽ വരികയാണെങ്കിൽ അതിൻ്റെ പേരാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ. ഓക്കെ, ഇനി അടുത്ത സൈഡ് അടിക്ക് നോക്കാം. അസസ്മെൻറ്റ്. എന്താണ് അസസ്മെൻ്റ് എന്ന് വെച്ചാൽ? ഇറ്റ് മീൻസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് അസസ്മെൻറ്റ്, റീ അസസ്മെൻറ്റ്, പ്രൊവിഷണൽ അസസ്മെൻറ്റ്, സമ്മറി അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ആണ് അസസ്മെൻറ്റ്. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? സെൽഫ് അസസ്മെൻറ്റ് അടങ്ങിയിരിക്കുന്നു, റീ അസസ്മെൻറ്റ് അടങ്ങിയിരിക്കുന്നു, പ്രൊവിഷണൽ അസസ്മെൻറ്റ് അടങ്ങിയിരിക്കുന്നു, സമ്മറി അസസ്മെൻറ്റ് അടങ്ങിയിരിക്കുന്നു, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ആണ്. അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് എന്താണ് എന്നുള്ളതാണ്. ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ഹി ഈസ് എ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ഓർ റിക്വയർഡ് ടു അപ്പിയർ ബിഫോർ ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ട് അണ്ടറിൽ അപ്പോയിൻറ്റ് ചെയ്തൊരു ഓഫീസറിന് മുമ്പിൽ എന്താണ് അപ്പിയർ ചെയ്യാൻ അവകാശപ്പെട്ട ആളാണെന്ത്? ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്. എപ്പോഴും ടാക്സബിൾ പേഴ്സൺ ആയിക്കോളുന്നില്ല, അയാളുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെ. ഒരു അഡ്വക്കേറ്റിനൊക്കെ വേണമെങ്കിൽ അപ്പിയർ ചെയ്യാം. അപ്പോൾ അത്തരം വ്യക്തിയാണെന്ത്? ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവായിട്ട് അറിയപ്പെടും. ഇനി നെക്സ്റ്റ് വൺ, ബോർഡ്. എന്താണ് ബോർഡ് എന്ന് വെച്ചാൽ? ബോർഡ് മീൻസ് ദ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ട്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂ ആക്ടിന് അണ്ടറിൽ എന്താണ് രൂപീകരിക്കപ്പെട്ട സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റം ആണ് എന്ത്? ബോർഡ് എന്ന് വെച്ചാൽ. ഇനി അടുത്തത് ബിസിനസ്. അപ്പോൾ GSTയിൽ എന്താണ് ബിസിനസ് വെച്ചാൽ? ഇറ്റ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചറിങ്, വൊക്കേഷൻ, അഡ്വഞ്ചർ ഓർ എനി അതർ സിമിലർ ആക്ടിവിറ്റി. അതായത് പ്രോഫിറ്റബിൾ ആക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വരാം? ട്രേഡ് വരും, കോമേഴ്സ് വരും, മാനുഫാക്ചറിങ് വരും, വൊക്കേഷൻ എന്ന് വെച്ചാൽ പ്രൊഫഷൻ വരും, അഡ്വഞ്ചർ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ബിസിനസ് എന്ന് വെച്ചാൽ. ഇനി അടുത്തത് എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ്? ക്യാപിറ്റൽ ഗുഡ്സ് ആർ ഗുഡ്സ് ദാറ്റ് ആർ ക്യാപിറ്റലൈസ്ഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഗുഡ് ക്യാപിറ്റലൈസ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ക്യാപിറ്റലൈസ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? ക്യാപിറ്റൽ ഗുഡാണ്. ഓഫ് ദ പേഴ്സൺ ക്ലെയിമിങ് ദ ക്രെഡിറ്റ് ആൻഡ് ആർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ദ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിന് യൂസ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് ആണെന്ത്? ക്യാപിറ്റൽ ഗുഡ്സ്. നെക്സ്റ്റ് വൺ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇസ് എ പേഴ്സൺ ഒക്കേഷണലി അണ്ടർടേക്കിംഗ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് ഡ്യൂറിംഗ് ദ ബിസിനസ്. അതായത് ഒക്കേഷണലി എന്ത് ചെയ്യുക? ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾ, ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഇനി എന്താണ് സെൻട്രൽ ടാക്സ്? ഇറ്റ് ഈസ് എ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലെവിഡ് അണ്ടർ സെക്ഷൻ 9. അപ്പോൾ സെക്ഷൻ 9 പ്രകാരം ലെവി ചെയ്യുന്ന, ഈടാക്കുന്ന സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് സെൻട്രൽ ടാക്സ്. ഇനി കോമ്പോസിറ്റ് സപ്ലൈ എന്താണ് എന്നുള്ളതാണ്. കോമ്പോസിറ്റ് സപ്ലൈ,
It means it means a supply consists of two or more goods or services. Important word ആണ്. Consists of two or more goods or services which are naturally bundled and provided together. അതായത് നാച്ചുറലി രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ സ്റ്റംപ്സ് 3 വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ 2 ബെയിൽസും കൂടി വരികയാണ്. അപ്പോൾ അതെന്താണ്? ഒരു കോമ്പോസിറ്റ് സപ്ലൈ. ഇനി അടുത്ത സൈഡിങ് ക്രെഡിറ്റ് നോട്ട്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് നോട്ട് നോക്കാം. ഇറ്റ് മീൻസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ വിത്ത് ദ ടാക്സ് ഇൻവോയ്സ് എക്സീഡിങ് ദ ടാക്സബിൾ വാല്യൂ ആൻഡ് ഓർ ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് സപ്ലൈ. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് നോട്ട്? അതൊരു ഡോക്യുമെൻ്റ് ആണ്. അത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ടാക്സബിൾ പേഴ്സൺ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു ടാക്സിൻ്റെ ഒരു ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് ഉണ്ടാവും. ആ ബില്ല് എന്ത് കാണിക്കുന്നു? ഈ ടാക്സബിൾ വാല്യൂവിനെക്കാട്ടും കൂടുതലൊരു വാല്യൂ കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, അതായത് ടാക്സബിൾ വാല്യൂവിനെക്കാട്ടും കൂടുതൽ വാല്യൂ കാണിക്കുന്ന ഒരു ടാക്സ് ഇൻവോയ്സ് ആയിട്ട്, അല്ലെങ്കിൽ ആ ടാക്സ് ഇൻവോയ്സ് ഒരു ടാക്സബിൾ പേഴ്സൺ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, ഇനി അടുത്തത് ഡെബിറ്റ് നോട്ട് എന്താണെന്നുള്ളതാണ്. ഇറ്റ് മീൻസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ റിലേറ്റിംഗ് ടു ദ ടാക്സബിൾ വാല്യൂ ആൻഡ് ഓർ ടാക്സ് ചാർജ്ഡ് ആസ് പെർ ദ ടാക്സ് ഇൻവോയ്സ് വെൻ found to be less than taxable value and or tax payable in respect of such supply. ഓക്കെ, അതായത് ഒരു ഡോക്യുമെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ടാക്സബിൾ പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്നു. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? ടാക്സബിൾ വാല്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. ആ വാല്യൂ എന്താണ്? ഈ ടാക്സബിൾ വാല്യൂവിനെക്കാട്ടി എന്താണ്? കുറവായിരിക്കും. ഓക്കെ, അതായത് ഒരു ടാക്സ് ഇൻവോയ്സ് ബന്ധപ്പെട്ടൊരു ഡോക്യുമെൻറ്റ് ടാക്സബിൾ പേഴ്സൺ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൽ വാല്യൂ എന്താണ്? ടാക്സ് വാല്യൂവിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം ഒരു ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഇനി അടുത്തത് ഗുഡ്സ് എന്താണ് എന്നുള്ളതാണ്. ഗുഡ്സ് റെഫേഴ്സ് ടു ഓൾ ടൈപ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ആക്ഷനബിൾ ക്ലെയിം, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ് ദാറ്റ് ആർ അഗ്രീഡ് ടു ബി സിവിയർഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ എക്സ്ക്ലൂഡ്സ് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻകം. അതായത് ഗുഡ്സ് എന്താണ്? എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഗുഡ്സാണ്. അതിൽ ആക്ഷനബിൾ ക്ലെയിം, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ്, അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് മൂവബിൾ പ്രോപ്പർട്ടീസൊക്കെ ഗുഡ്സാണ്. ദാറ്റ് ആർ അഗ്രീ ടു ബി സിവിയർഡ് ബിഫോർ ദ സപ്ലൈ. അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ ഗുഡ്സ് ആണെങ്കിൽ ഒരു ഇപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു കൃഷി ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ വാഴയോ അങ്ങനെ എന്തെങ്കിലും എന്താണ് നമ്മൾ ഇനിയിപ്പോൾ അത് സപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ആ ഭൂമിയായിട്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു ചെടിയായിട്ട് നമ്മൾ അതിനെന്താണ് മുറിച്ചെടുക്കണം, സിവിയർ ചെയ്തെടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഗുഡ്സും മറ്റ് മൂവബിൾ പ്രോപ്പർട്ടീസും ആക്ഷനബിൾ ക്ലെയിംസൊക്കെ എന്താണ്? ഗുഡ്സാണ് അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. ഇതിലെന്തടങ്ങുന്നില്ല? സെക്യൂരിറ്റീസും രൂപയും മണിയും എന്താണ്? ഗുഡ്സിൽ അടങ്ങുന്നില്ല. അപ്പോൾ ഇതാണ് അക്കോർഡിംഗ് ടു GST ഗുഡ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ BComൽ നമ്മൾ ഗുഡ്സ് എന്നുള്ളത് മാനേജറൽ എക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മാർക്കറ്റിങ്ങിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായിട്ടൊരു മീനിങ് ആണ് ഗുഡ്സിൽ GSTയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് എന്താണെന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ അത് GSTക്ക് അനുസരിച്ചിട്ടായിരിക്കണം എന്ത് നമ്മൾ ഈ ഒരു പേപ്പറിൽ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താണ് ഇൻപുട്ട് ടാക്സ്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ഇൻ റിലേഷൻ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ മീൻസ് ദ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, integrated tax or union territory tax charged on any supply of goods or service or both made to him and includes IGST charged on the import of goods, tax payable under subsections 3 and 4 of section 9, tax payable under subsection 3 and 4 of section 5 of the IGST Act, tax payable under subsections 3 and 4 of section 9 of respective SGST Act, tax payable under subsections 3 and 4 of section 7 of UT GST Act. അതായത് ഒരു വ്യക്തി അയാൾക്ക് സപ്ലൈ ആയി ലഭിച്ച ഗുഡ്സിൽ ഓൾറെഡി ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രേഖയാണ് ഈ ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അത് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്ത്? ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അടയ്ക്കപ്പെട്ട ഒരു ഗുഡ്സിൽ എന്താണ് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അത് സെൻട്രൽ ടാക്സ് ആവാം, സ്റ്റേറ്റ് ടാക്സ് ആവാം, ഇൻ്റഗ്രേറ്റഡ് IGST ആവാം, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ആവാം, അല്ലെങ്കിൽ UT GST ആവാം, യൂണിയൻ ടെറിട്ടറി ടാക്സ് ആവാം, ചാർജ്ഡ് ഓൺ എനി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ടു ഹിം ഇൻക്ലൂഡ് IGST tax payable according to section 3, 4
ടാക്സ് പേയബിൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 3(4), അതിൽ സെക്ഷൻ 9 ആൻഡ് സെക്ഷൻ 5 ഓഫ് IGST, സെക്ഷൻ 9 ഓഫ് SGST, സെക്ഷൻ 7 ഓഫ് UTGST. ഓക്കെ, ഇതൊക്കെയാണ് ഇൻപുട്ട് ടാക്സിൽ വരുന്നത്. ഇനി ഇൻവേർഡ് സപ്ലൈ എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ റിസീറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ് വെദർ ബൈ പർച്ചേസ്, അക്വിസിഷൻ ഓർ എനി അതർ മീൻസ് ആൻഡ് വിത്ത് ഓർ വിത്തൗട്ട് എനി കൺസിഡറേഷൻ. അപ്പോൾ എന്താണ് ഇൻവേർഡ് സപ്ലൈ? ഇറ്റ് റെഫേഴ്സ് ടു റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സും സർവീസും ലഭിക്കുന്നത്, അത് പർച്ചേസ് ആവാം, അക്വിസിഷൻ ആവാം, എനി അതർ മീൻസ് ആവാം, അത് കൺസിഡറേഷൻ, അതായത് കാശ് കൊടുത്തിട്ടാവാം, കാശ് കൊടുക്കാതെയാവും. അതിനെയാണ് എന്ത് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഔട്ട്പുട്ട് ടാക്സ്. എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? ഇറ്റ് മീൻസ് CGST or SGST on the taxable supply of goods and or services made by a taxable person or by his agent, excludes tax payable on a reverse charge basis made or agreed to be made during the business. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ടാക്സ്? അതെന്താണ്? CGST ആവാം, SGST ആവാം, on taxable supply of goods and or services made by a taxable person or by his agent. സോ ഇറ്റ് എക്സ്ക്ലൂഡ്സ് ടാക്സ് പേയബിൾ ഓൺ എ റിവേഴ്സ് ചാർജ് ബേസിസ്. അതായത് അടയ്ക്കുന്ന CGSTയോ SGSTയോ എന്ത് ടാക്സബിൾ സപ്ലൈ, ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അടയ്ക്കുന്ന CGSTയോ SGSTയോ ആണെന്ത് ഔട്ട്പുട്ട് ടാക്സ്. അതിലെന്ത് അടങ്ങിയിട്ടില്ല? റിവേഴ്സ് ചാർജ് ബേസിസ് വരുന്ന ടാക്സ് പേയബിൾ അതിൽ അടങ്ങില്ല, അത് എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, അതാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് വെച്ചാൽ. ഇനി ഗുഡ്സ് പോലെ തന്നെ GST പ്രകാരം എന്താണ് സർവീസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. അതായത് ഗുഡ്സും മണിയും സെക്യൂരിറ്റീസും അല്ലാത്തതാണ് എന്ത് സർവീസസ് അക്കോർഡിംഗ് ടു GST. ബട്ട് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ യൂസ് ഓഫ് മണി. മണി യൂസ് ചെയ്യുന്ന എന്താണ് സർവീസിൽ പെടും. ഇറ്റ്സ് കൺവേർഷൻ ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ് ഓർ ഫ്രം വൺ ഫോം കറൻസി ടു ഓർ ഡിനോമിനേഷൻ ടു അനദർ ഫോം കറൻസി ഓർ ഡിനോമിനേഷൻ ഫോർ വിച്ച് എ സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്ഡ്. ഓക്കെ, അതായത് ഇത് മൂന്നും അല്ലാത്തതാണ് സെക്യൂരിറ്റീസ്. പക്ഷേ എന്താണ് ഇത്തരത്തിലുള്ള യൂസ് ഓഫ് മണി, കൺവേർഷൻ ഓഫ് ക്യാഷ് മറ്റ് മോഡ്സിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കറൻസിയുടെ ഡിനോമിനേഷൻ മാറ്റുക. അപ്പോൾ കറൻസിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് സർവീസുകളൊക്കെ സർവീസാണ്. പക്ഷേ കറൻസി ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മണി ഡയറക്റ്റ് ചെയ്യുന്നില്ല, സർവീസ് അല്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ടാക്സബിൾ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ടാക്സബിൾ പേഴ്സണിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. A taxable person is an individual who carries on any business at any place in any state of India and who is registered or required to be registered under GST. ഓക്കെ, അതായത് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അത് ഏത് പ്ലേസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലോ ആവാം. ഓക്കെ, അപ്പോൾ അയാൾ എന്തായിരിക്കണം? ഹി ഷുഡ് ബി രജിസ്റ്റേർഡ് ഓർ റിക്വയർഡ് ടു ബി രജിസ്റ്റേർഡ്. എന്തായാലും നിർബന്ധപ്രകാരം GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ആരൊക്കെ വരും? ഒരു സാധാരണ വ്യക്തി, ഒരു ഹ്യൂമൻ ബീങ്, ഒരു ഇൻഡിവിജ്വൽ വരും, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വരും, ഒരു കമ്പനി വരും, ഒരു ഫേം വരും, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം വരും. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ തന്നെ ഒരു പുതിയ ഫോമായിട്ടുള്ള ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേം LLPs വരും. അതേപോലെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് വരും, വെദർ ഇൻകോർപ്പറേറ്റഡ് ഓർ നോട്ട് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഓർ എൻ ഔട്ട്സൈഡ് പേഴ്സൺ ഓൾസോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ എനി കോർപ്പറേഷൻ, ഏത് കമ്പനി വരും. കോർപ്പറേഷൻ മീൻസ് കമ്പനി മാത്രമല്ല, മറ്റ് എന്താണ് ഈ പറയുന്ന കോർപ്പറേറ്റ്സ്, ബോഡി കോർപ്പറേറ്റ്സ് ഒക്കെ വരും. അതേപോലെ എന്താണ് എ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ബൈ ഓർ അണ്ടർ ദ ലോസ് ഓഫ് എ കൺട്രി ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ. ഔട്ട്സൈഡ് ഇന്ത്യ ബോഡി കോർപ്പറേറ്റ്സ് ഓൾസോ കംസ് അണ്ടർ ടാക്സബിൾ പേഴ്സൺ. നെക്സ്റ്റ് വൺ, എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റി വരും. ലോക്കൽ അതോറിറ്റീസ്, അതായത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, അതൊക്കെ വരും. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും വരും. അതേപോലെ സൊസൈറ്റി ഡിഫൈൻഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, അതിൽ സെക്ഷൻ 21 പ്രകാരം ഡിഫൈൻ ചെയ്യപ്പെട്ട സൊസൈറ്റീസ് വരും. ഒരു ട്രസ്റ്റ് വരും. എവരി ആർട്ടിഫിഷ്യൽ ജൂറിഡിഷ്യൽ പേഴ്സൺ വരും. ഇപ്പോൾ നേരത്തെ അവിടെ എഴുതി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് വരും. അതേപോലെ എന്താണ് സൊസൈറ്റി. അപ്പോൾ ഇത് രണ്ടും ഡ്യൂപ്ലിക്കേഷൻ വന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ വരെയാണ് എന്ത് പോയിൻ്റ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിക്കുക.